ശ്രീ അനിൽകുമാർ, ഇത് സർക്കാർ പ്രേരിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിന് ഇത് നൽകാൻ കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണോ നിർവാഹമുള്ളൂ? അല്ല, പെൻഷൻ കൊടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. 900 കോടി രൂപ അനുവദിക്കുകയും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ക്രിസ്മസിന് മുമ്പ് ഗുണഭോക്താക്കളിൽ എത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഹർജി വന്നിട്ടുണ്ട്. അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി ഇന്നലെ മാധ്യമങ്ങൾക്ക് തലക്കെട്ടുണ്ടാക്കുന്ന വിധം അനുചിതമായ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അദ്ദേഹം അത് തിരിച്ചറിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യ രാജ്യത്തോടൊപ്പം ഇപ്രകാരം ഒരു കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കത്തക്കതല്ല. അതിന് കാരണമെന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ക്ഷേമ നടപടികളുടെ ഭാഗമാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്രയും ഉയർന്ന തുക നൽകുന്നത്. ആ ഉയർന്ന തുക 1600 രൂപ വെച്ച് വീടുകളിൽ എത്തിക്കുന്ന മനോഹരമായ ഒരു പരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ സർക്കാരിനെ ആക്രമിക്കാനും വീഴ്ത്താനും 18 മാസം കുടിശ്ശിക വരുത്തി ഉമ്മൻചാണ്ടി യോഗ്യനാണ്. അന്ന് 600 രൂപ എനിക്ക് പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പോഴാണ് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ അസഭ്യം പറയാൻ മടിയില്ലാത്തൊരു സ്ത്രീ രാഷ്ട്രീയ പ്രേരിതമായി ഇറങ്ങി തിരിച്ചപ്പോൾ അത് കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും കേരള സർക്കാർ അതിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കുന്നുണ്ട്. 2500 രൂപയ്ക്ക് പെൻഷൻ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് കേരള സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതിന് കേരളത്തെ തടയാനാണ് കേന്ദ്ര സർക്കാർ തെറ്റായ നിലയ്ക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുത്തുകൊണ്ട് മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് സമരത്തിന് പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം കാട്ടിക്കൊണ്ടാണ്. സ്വാഭാവികമായും കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പോൾ നടക്കുന്നത് കുത്തിത്തിരിപ്പാണ്. ഇത് സർക്കാർ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കൃത്യം ഇന്ന സമയത്തിനകം ഈ പൈസ നൽകും എന്ന നിലയിൽ ഒരു നിലപാട് എടുത്തൂടെ? ഇതൊരു ഹർജിയുമായി എത്തിയ ആളെ, ഇത്രയും പ്രായമുള്ള ഒരാളെ എന്തോ രാഷ്ട്രീയ പ്രേരിതമായി കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന നിലയ്ക്കുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കാതെ 1980-ൽ 45 രൂപ ഈ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയപ്പോ അത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞൊരു പാർട്ടി നേതാവാണ് ഇപ്പോൾ ഈ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. 2, ഇവർ അധികാരത്തിരുന്നപ്പം 500 രൂപയായിരുന്ന പെൻഷൻ 600 രൂപയാക്കുകയാണ് ചെയ്തത്. ആകെ 100 രൂപയുടെ വർധനവ്. LDF വന്നപ്പോൾ 600 രൂപയിൽ നിന്നും 4 കൊല്ലക്കാലം കൊണ്ട് 1600 രൂപയാക്കി മാറ്റി. 4 കൊല്ലം കൊണ്ട് 1000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത്. ഇനി കുടിശ്ശികയെ കുറിച്ച് ഞാൻ പറയാം. 16 മാസത്തെ കുടിശ്ശിക എന്ന് പറയും. 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ആ 18 മാസത്തെ കുടിശ്ശിക 600 രൂപ വെച്ച് വരുന്ന സംഖ്യ 9400 രൂപ വരും. 8400 രൂപ വരും. ആ 400 രൂപയോടൊപ്പം 1000 രൂപ വീതം 4 മാസം കൂടി ചേർത്താണ് ഈ മറിയക്കുട്ടി ഉൾപ്പെടെയുള്ള അമ്മമാർക്ക് 2016 സെപ്റ്റംബറിൽ കൊടുത്തത്. അത് ബാങ്ക് അക്കൗണ്ട് തെളിയിക്കാൻ തയ്യാറാണ്. ഒരുമിച്ച് ഇവർക്ക് പണം ബാങ്ക് അക്കൗണ്ട് കൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നുണ പറയുന്നത് ആരാണ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് അറിയാം. ആർക്കാണ് ഈ ക്ഷേമ പദ്ധതികളോടും പെൻഷനുകളോടും അലർജി ഉള്ളത്? അത് കേരളത്തിലെ UDF-നാണ്. ഇത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞ അവരാണെന്നറിയാം.